ഹായ് ഓൾ, വീഡിയോനാണ്. ഇന്ന് വീഡിയോയിൽ എത്തിയിട്ടുള്ളത് നമ്മൾ +1 കൊമേഴ്സിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ടെക്നിക്കൽ ടേംസിനെ കുറിച്ച് സംസാരിക്കാനാണ്. കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ആ രണ്ട് ടെക്നിക്കൽ ടേംസ്, ഒന്ന് ഡെബിറ്റ് നോട്ടും മറ്റൊന്ന് ക്രെഡിറ്റ് നോട്ടുമാണ്. ഓക്കെ, എന്താ ഡെബിറ്റ് നോട്ട് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പർച്ചേസ് ചെയ്തൊരു പ്രൊഡക്റ്റ് റിട്ടേൺ അയക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നോട്ടിനെ വിളിക്കുന്ന പേരാണിത് ഡെബിറ്റ് നോട്ട് അല്ലേ. എന്നാൽ എന്തായാലും ക്രെഡിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സെല്ല് ചെയ്തൊരു പ്രൊഡക്റ്റ് റിട്ടേൺ അയക്കാൻ വേണ്ടി, സെയിൽസ് റിട്ടേണിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സോഴ്സ് ഡോക്യുമെന്റ് വിളിക്കുന്ന പേരാണിത് ക്രെഡിറ്റ് നോട്ട്. സെറ്റാണല്ലോ അല്ലേ? അപ്പോൾ എല്ലാവർക്കും ചോദിക്കും, എപ്പോഴാണ് ഡെബിറ്റ് നോട്ട്, എപ്പോഴാണ് ക്രെഡിറ്റ് നോട്ട്? അത് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ടേം തന്നെയാണ്, എപ്പോഴും കൺഫ്യൂഷൻ ആവുന്ന ഒരു ഐറ്റം തന്നെയാണ് അല്ലേ. ഏതായാലും ശ്രദ്ധിച്ച് നോക്കി, നമ്മൾ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും ജേർണൽ എൻട്രി ഉണ്ടാവുക? ക്യാഷ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു സെയിൽസ് അല്ലേ. ഇനി ക്യാഷിന് കൊടുത്തിട്ടല്ല, അല്ലെങ്കിൽ ക്യാഷിനല്ല, നമ്മൾ ക്രെഡിറ്റിനാണ് സെല്ല് ചെയ്തെങ്കിൽ എന്തായിരിക്കും ജേർണൽ എൻട്രി ഉണ്ടാവുക? ഡെപ്റ്റർ അക്കൗണ്ട് അപ്ഡേറ്റ് ടു സെയിൽസ് ആണല്ലോ. മീൻസ് നമുക്ക് എപ്പോഴും സെയിൽസ് എപ്പോഴും എവിടെ വരുന്നത്? ക്രെഡിറ്റിലാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ സെയിൽസ് റിട്ടേൺ എന്ത് നോട്ടാണ്? ക്രെഡിറ്റ് നോട്ടായിരിക്കും ഉണ്ടാവുക. അയ്യോ, സൂപ്പർ, റൈറ്റ്. എന്നാൽ പേർച്ചേസ് റിട്ടേൺ എന്തായിരിക്കും അവസ്ഥ? ഒന്ന് പേർച്ചേസിന്റെ ജേർണൽ എൻട്രി ഒന്ന് ഓർത്ത് നോക്കി എല്ലാവരും. പേർച്ചേസ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു ക്യാഷ് അല്ലേ. ക്രെഡിറ്റിനാണെങ്കിലോ പേർച്ചേസ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു ക്രെഡിറ്റേഴ്സ്. സെറ്റാണേ. സോ ഹിയർ പേർച്ചേസ് എപ്പോഴും ഡെബിറ്റിലാണ് വരാറുള്ളത്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ പേർച്ചേസ് റിട്ടേൺ എന്ത് നോട്ടായിരിക്കും മക്കളെ? സിംപ്ലി ഡെബിറ്റ് നോട്ടായിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി ആരും മറക്കരുത്, പേർച്ചേസ് റിട്ടേൺ ആണെങ്കിൽ ഡെബിറ്റ് നോട്ടും സെയിൽസ് റിട്ടേൺ ആണെങ്കിൽ ക്രെഡിറ്റ് നോട്ടും ആയിരിക്കും. സോ വീണ്ടും മറ്റൊരു വീഡിയോ നമുക്ക് തിമിർത്ത് പൊളിച്ച് കാണാം. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.